ജന്മാദ്യസ്ഥേതുന്നയാദിതരതച്ചാർത്തേഷവിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഖ്യന്തേ സൂര്യ തേജോവാരി മൃതാം യഥാവിനിമയോ യത്ര തിസർഗോ ഷാദാംനാസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മസംഹിതകൾ പങ്കുവയ്ക്കാനുള്ള നാദശ്രീ ചാനലിലെ മറ്റൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. സഹകരിച്ചവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ തൃതീയ സ്കന്ധത്തിൽ 15-ാം അധ്യായത്തിൽ 39-ാമത്തെ ശ്ലോകമാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. സന്ദർഭം എന്തുകൊണ്ടാണ് ദിതി സന്ധ്യാസമയത്ത് ഗർഭിണിയായത് എന്നുള്ള പൂർവ്വചരിത്രം മൈത്രേയ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അവരുടെ ജനനത്തെ, ഹിരണ്യാക്ഷൻ്റെയും ഹിരണ്യകശിപുവിൻ്റെയും ജനനത്തെ സൂചിപ്പിക്കുന്ന ഒട്ടേറെ ദുർനിമിത്തങ്ങൾ അന്തരീക്ഷത്തിൽ കണ്ടപ്പോൾ ബ്രഹ്മാവിനോട് ചോദിക്കുന്നു ദേവന്മാർ, എന്താണ് ഇവിടെ നടക്കാൻ പോണതെന്ന് അറിയണില്ല, എന്തോ ഒരു അശുഭം തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ബ്രഹ്മാവ് അവർക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന പോലെയാണ് സന്ദർഭം. എന്താ ചോദിച്ചാൽ, സനകാദികളുടെ വൈകുണ്ഠ ദർശനം അവരെ തടുത്തു. അപ്പോൾ വൈകുണ്ഠത്തെ കുറച്ചങ്ങോട്ട് വർണ്ണിക്കുകയാണ്. സനകാദികൾ കണ്ട വൈകുണ്ഠം എങ്ങനെയാണ്, അതാണ് ഇപ്പോൾ നമ്മുടെ സന്ദർഭം. ഇപ്പോൾ പറഞ്ഞു, കൃഷ്ണപ്രസാദ സുമുഖം സ്പൃഹണീയധാമ സ്നേഹാവലോകകലയാ കൃതി സംസ്പൃശന്തം ശ്യാമേ പൃഥാവുരസി ശോഭിതയാ ഷിയാ സ്വച്ചൂടാമണിൻ സുഭകയന്തം ഇവ ആത്മധിഷ്ണ്യം. വൈകുണ്ഠത്തിൻ്റെ എല്ലാറ്റിലും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം എന്താ? സംശയം എന്താ? ഭഗവാൻ തന്നെ. ഭഗവാൻ ഇല്ലെങ്കിൽ വൈകുണ്ഠത്തിന് തേജസ്സുണ്ടോ? ബാക്കിയൊക്കെ ഉണ്ട്, അതിപ്പോൾ എവിടെ ഉണ്ടാക്കാവുന്നതാണ്. പക്ഷെ ഭഗവാനെ വേറെ എവിടെയും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഭഗവാനാണ് ചൂടാമണിയും ആത്മധിഷ്ണ്യം. ആ വൈകുണ്ഠത്തിൻ്റെ വിലമതിക്കാനാവാത്ത കാമ്പ് ആയിരിക്കുന്ന ഭഗവാൻ അവിടെ വന്നു. ലക്ഷ്മി ഭഗവതിയുണ്ട്. കൃഷ്ണപ്രസാദ സുമുഖം. ഏതൊരാളാണോ മൗഢ്യത്തോടും ദുഃഖത്തോടെയും ഇരിക്കണത്, ഭഗവാന്റെ ആ മുഖം ആലോചിച്ചാൽ മതി. നമുക്കിപ്പോൾ അത്രയല്ലേ പറ്റൂ. കാണേണ്ട യോഗമുണ്ടോ, ഭാഗ്യമുണ്ടോ? ആലോചിച്ചാലും മതി. മനസ്സിൽ ആ രൂപം ഒന്നിങ്ങനെ കണ്ടാൽ തന്നെ എന്തായി? പ്രസാദ സുമുഖം. എല്ലാ ദുഃഖങ്ങളുടെയും പ്രസാദേ സർവ ദുഃഖാനാം ഹാനിരസ്യോപജായതേ എന്ന് ഗീത. ഭഗവത് പ്രസാദത്താൽ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് പ്രസാദിപ്പിക്കപ്പെടുന്നതോടുകൂടി സർവ ദുഃഖാനാം, എല്ലാ ദുഃഖങ്ങളും ഇല്ലാതാവുന്നു. അങ്ങനെയുള്ള മാറത്ത് മഹാലക്ഷ്മി ശോഭിക്കുന്ന ഇനി എന്താ വേണ്ടത്? ആ ശോഭയോടുകൂടി ഐശ്വര്യവാനായിട്ടുള്ള ഭഗവാൻ, എല്ലാ രീതിയിലും ഐശ്വര്യവാൻ എന്ന വാക്കിന് അന്വർത്ഥമായിരിക്കുന്ന ഭഗവാൻ അവിടെ കാണപ്പെട്ടു. പീതാംശുഖേ പൃഥുനിദംബിനി വിസ്ഫുരന്ത്യ കാഞ്ചാളിവിരുതയാ വനമാലയാ ച പൽഗുപ്രകോഷ്ടവലയം വിനത വനിതയല്ല, സോറി, വിനതാം സുതാംസേ പിന്യസ്തഹസ്തമിതരേണ ദുനാനമബ്ജം. പൃഥുനിദംബിനി, നല്ല അരക്കെട്ടോടുകൂടി, പീതാംശുകേ മഞ്ഞപ്പെട്ട്, വിസ്ഫുരന്ത്യ ശോഭിക്കുന്ന കാഞ്ച അരഞ്ഞാണോടും, അളിഭി, അലിഭി എന്നാണെങ്കിൽ അത് അളിഭി എന്ന് വായിക്കണം. നമുക്കത്തിൽ ലായും ലായും ഒന്നാണ്, ഒറ്റ അക്ഷര. ന എഴുതിയിട്ടൊരു വരട, അതിന് ലാന്നും ഉണ്ട് ലാന്നും ഉണ്ട്, അതന്നെ വായിക്കണം. പക്ഷേ അക്ഷരം വായിക്കുമ്പോൾ രണ്ടും ഉണ്ട് കേട്ടോ, ലാന്നും ഉണ്ട് ലാന്നും ഉണ്ട്. എഴുത്ത് ഒന്നാണ്, വായന സന്ദർഭത്തിനനുസരിച്ച്. ലീല, അളകം, അലകം എന്ന് പറയില്ല, ലീള എന്ന് പറയില്ലല്ലോ. അപ്പം അത് വായിക്കുമ്പോൾ വ്യത്യാസമുണ്ട്. പക്ഷേ എഴുത്തൊന്നാണ്. ലക്തം ഭവിക്കും, ഇത് അകാരത്തിൽ നരിനാമകൃതത്തിൽ പറഞ്ഞ കാര്യം അതാണ്. ലത്വവും ലത്വവും ഒന്ന് തന്നെ. അപ്പോൾ ഇവിടെ അളിഭി എന്നാണ് എഴുതിയിരിക്കുന്നത്. അളിഭി, നമ്മൾ മലയാളത്തിൽ അളി എന്നാണ് വണ്ടിന് പര്യായമായിട്ട് പറയുക. സംസ്കൃത വാക്കാണത് അളി, മലയാളമൊന്നുമല്ല. പക്ഷേ മലയാളത്തിൽ വരുമ്പോൾ അലി എന്ന് പറയാറില്ല, അളിഭി. ഇളി തന്നെ, അതിന് വേറെ അക്ഷരമുണ്ട് മലയാളത്തിൽ. അങ്ങനെ എഴുതുക. സംസ്കൃതത്തിൽ ഒറ്റക്ഷരമാണ്. അപ്പോൾ അതുകൊണ്ട് അളിഭി തന്നെ. വണ്ടുകളാൽ വിരുതയാ ശബ്ദിക്കപ്പെടുന്ന വനമാലയോട് കൂടിയിടും. വനമാലയാ ഉപലക്ഷിതം വിനതാ സുതാംസേ. ആരാണ് വിനത? പേരൊക്കെ ഇടാറുണ്ടോ അറിയില്ല കേട്ടോ. വിനത, സുനിത എന്നൊക്കെ പേരിട്ടിട്ടുണ്ട്. സുനിത, സുനന്ദ,
അനിത കേട്ടിട്ടുണ്ട്. ഈ വിനത ശരിക്കും വിനതയാണ് വാക്ക്, മറ്റൊന്നും അർത്ഥമില്ല, കേൾക്കാൻ രസമുണ്ട്. വിനത എന്ന് പറഞ്ഞാൽ ഗരുഡൻ്റെ അമ്മ, വിനതയുടെ മകനാണ് ഗരുഡൻ. അപ്പോൾ സുതൻ ആരാ? ഗരുഡൻ. ആ ഗരുഡൻ്റെ തോളിൽ കൈ വെച്ച്, തൻ്റെ വാഹനമാണ്. വാഹനം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടതിലേക്കൊക്കെ പോവണ ആളോട് ഒരു കൂറ് അല്ലെങ്കിൽ ഒരു സ്നേഹം ഏത് ഉടമസ്ഥനുണ്ടോ? വേണ്ട പോലെയൊക്കെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോയാൽ, കുറേ പ്രാവശ്യം കൊണ്ടുപോയാൽ അല്ലേ അയാൾ നമ്മുടെ ഒരു സുഹൃത്തായിട്ട് മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഡ്രൈവർ എന്നല്ല നമ്മൾ പറയുക, അയാളുടെ പേരാ പറയും. മോഹനനോ അയാളോട് പറയാം, കാരണം അയാളൊരു സുഹൃത്തായി മാറി. എല്ലാ ദിക്കിലേക്കും വിളിച്ചങ്ങനെ വരിക, നല്ല രീതിയിൽ വരിക, കൊണ്ടുപോകുക, അവരോടൊരു സ്നേഹം ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഗരുഡൻ ഭഗവാന്റെ ഏറ്റവും വലിയ മിത്രമാവാനുള്ള കാരണം, എവിടെ പോകണമെങ്കിലും ഗരുഡനെ സ്മരിച്ചാൽ മതി എന്നാണ് ഭഗവാനുണ്ടോ വിളിക്കേണ്ട ആവശ്യം. മരിച്ചാൽ അവിടെ എത്തി വണങ്ങും ഗരുഡൻ എന്നാണ്. അപ്പോൾ ആ ഗരുഡൻ്റെ തോളിൽ കൈ വെച്ചു എന്ന സൗഹൃദമാണ്. അത്ര ഇഷ്ടമാണ് ഭഗവാന് ഗരുഡനോ ഭഗവാനെയും അതെ. അതാണ് തോളിൽ കൈ വയ്ക്കുക. ആരുടെ തോളിലാണ് നമ്മൾ കൈ വയ്ക്കുക? ഏറ്റവും ഇഷ്ടന്മാരുടെ തോളേ കൈയിടുള്ളൂ അല്ലേ. വലിയ ബഹുമാനിക്കേണ്ടവരുടെ തോളിൽ കൈയിടാൻ പറ്റില്ല, അത്ര അടുപ്പില്ലാത്തവരുടെ തോളിലും കൈയിടാൻ പറ്റില്ല. ഏറ്റവും അധികം സ്നേഹിതൻ എന്നുള്ള അർത്ഥത്തിലാണ് ഈ തോളിൽ കയ്യ. അപ്പോൾ ഗരുഡൻ ഭഗവാന്റെ അത്ര വലിയ മിത്രാണ് എന്നർത്ഥം. വിനതാസുതൻ ഗരുഡൻ. വിനതാസുത അംസേ, അംസം എന്ന് പറഞ്ഞാൽ എന്താണ്? തോള്, അംസം തോള്. വൽഗുപ്രകോഷ്ഠവലയം, മനോഹരമായ വലയത്തോടു കൂടിയ കയ്യിനെ, വളകളൊക്കെ അണിഞ്ഞതായിട്ടുള്ള ആ കയ്യിനെ വെച്ചിട്ട്, ഇതരേണ മറ്റേ കൈ കൊണ്ട് താമര പിടിച്ചിട്ടുണ്ട്. താമര ഇങ്ങനെ ഇളക്കണമുണ്ട്, ലീലയായിട്ടൊരു കളിയൊരു വിനോദം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിങ്ങനെ ഇളക്കുക, അതിന് പതിവുണ്ടല്ലോ. ആ താമര ഇങ്ങനെ ചെറുതായിട്ട് തിരിച്ചിട്ട് ഒരു കൈ ഗരുഡൻ്റെ തോളിലും വെച്ച് മറ്റേ കൈ കൊണ്ട് താമര ഇങ്ങനെ തിരിച്ച് സരസമായ മനോഹാരിതയോടുകൂടി അവിടെ മുഴുവൻ പ്രകാശിപ്പിച്ചിട്ട്, മഞ്ഞ നീല ഈ രണ്ട് നിറം വളരെയധികം നമ്മുടെ മനസ്സിന് സന്തോഷത്തെ തരുന്നതാണ് എന്ന് കണക്ക് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. വൈലറ്റോ ചുവപ്പോ കറുപ്പോ അടക്കം അത്ര നല്ലതല്ല. പക്ഷേ വേലയ്ക്ക് കറുപ്പ് എടുക്കണു പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എല്ലാവരും ചെയ്യണു, നമ്മളും ചെയ്യണു. അങ്ങനെ കറുപ്പ് അത്ര നല്ല നിറമല്ല, ഇരുട്ടിൻ്റെയും തമസിൻ്റെയും നിറ. നമ്മൾ വിമർശിക്കണില്ല, ചെയ്യണവർ ചെയ്തോട്ടെ, നല്ല നിറമല്ല കറുപ്പ്. നിറത്തിലും ഉണ്ട് വ്യത്യാസങ്ങൾ. മഞ്ഞ നീല, അതാണ് ഭഗവാന് മഞ്ഞപ്പട്ടും നിറം നീലയും ആക്കിയത്. അത് കഴിച്ചിട്ടേ ബാക്കി നിറങ്ങളൊക്കെ ഉള്ളൂ എന്നാണ്. അപ്പോൾ മഞ്ഞപ്പട്ടും നീല നിറവും നമ്മൾ ധ്യാനിച്ചാൽ, കണ്ടാൽ തന്നെ വളരെ ഒരു സുഖവും ശാന്തതയും നമ്മുടെ മനസ്സിനുണ്ടാവും. എന്തോട്ടെ ആ മഞ്ഞപ്പട്ടൊക്കെ തിരിച്ച് ഗരുഡൻ്റെ തോള് കൈ വെച്ച് ഒരു താമര തിരിച്ചും കൊണ്ട് ഇങ്ങനെ കളിച്ച് ഇളക്കിയും കൊണ്ട് ഭഗവാൻ പുഞ്ചിരിയോടുകൂടി അവിടെ എത്തിച്ചേർന്നു. വിദ്യുക്ഷിപൻ മകരകുണ്ടലമണ്ഡനാർഹഗണ്ഡസ്ഥലോന്നസമുഖം. വിഷമമുള്ള വാക്കുകളാണ് കേട്ടോ. സ്പീഡിൽ വായിച്ചു പോകുമ്പോഴേ അക്ഷരം തെറ്റാൻ സാധ്യതയുണ്ട്. വിദ്യുക്ഷിപൻ മകരകുണ്ടല, പന്മകര എന്നൊന്നും വായിക്കരുത്. അവിടെ പിരിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. പെൻസിൽ കൊണ്ടൊക്കെ ഇങ്ങനെ വരയിട്ട് വേറെയൊക്കെയാലും വിരോധമൊന്നുമില്ല, തെറ്റാണ്ട് വായിക്കാനുള്ള വേണ്ട. വിദ്യുക്ഷിപൻ അവിടെ പിരിക്കുക. മകരകുണ്ടല മണ്ഡനാർഹ ഗണ്ഡത്തലോന്നസമുഖം മണിമത് കിരീടം ദോർദണ്ഡ ഷണ്ഡവിവരേ ഹരതാപരാർദ്യ ഹാരേണ കന്ദരഗതേന ജകൗസ്തുഭേന. സാഹിത്യത്തിൻ്റെയും പുരാണത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ കാര്യം പറഞ്ഞു പോവല്ല, അപ്പം അത് വിവരിക്കാൻ അവസരം കിട്ടിയതെങ്കിലൊക്കെ അങ്ങനെ വിവരിക്കും. എന്തിനാ വൈകുണ്ഠത്തിലെത്തി എന്ന് പറയില്ലല്ലോ, വൈകുണ്ഠത്തിനെ വർണ്ണിച്ചു. ഭഗവാൻ വന്നു എന്ന് പറയില്ല, ഭഗവാനെ വർണ്ണിക്കുക. രണ്ട് കാര്യമുണ്ട്. ഇത്ര വർണ്ണനകളെ കൊണ്ട് ഇത്ര ശ്ലോകം തികയ്ക്കുക. 18,000 ശ്ലോകം എന്നാണ് ഇതിൽ. 18,000 കണക്കുപ്രകാരം ഇല്ലാച്ചാലും. അപ്പോൾ അത് എത്ര വർണ്ണന വേണോ അത്രയും വർണ്ണിക്കും. വർണ്ണന കൂടുതലാതെ കുറയ്ക്കേണ്ട കാര്യമില്ല. കുറച്ചാൽ ആ ശ്ലോകസംഖ്യ തികയില്ല. അതിനാണ് അത്രയും വർണ്ണന. ചിലപ്പോൾ അങ്ങനെ നമുക്ക് തോന്നും ഇത്രയൊക്കെ വേണോ. ദോർദണ്ഡൻ ഇവിടെ പറയുന്ന വിദ്യുക്ഷിപൻ മകരകുണ്ടല ഗണ്ഡനാർക്ക ഗണ്ഡത്തലോന്നത മുഖം.
ഒന്നുമില്ല, മനോഹരമായിട്ടുള്ള മകരകുണ്ടലങ്ങൾ കവിളിൽ തട്ടി ശോഭിക്കുന്നുണ്ട്, മിനുസമുള്ള കവിളായതുകൊണ്ടേ. അത്രയേ ഉള്ളൂ. അതിനെയോ മകരകുണ്ടലങ്ങളെ കൊണ്ട് ശോഭിക്കുന്നതും മണിമത് കിരീടം. മണി എന്ന് പറഞ്ഞാൽ സംസ്കൃത രത്നം എന്നർത്ഥാണ്. രത്നങ്ങളൊക്കെ പതിച്ച കിരീടങ്ങളോട് കൂടിയതും. രത്നം എന്നൊക്കെ പറഞ്ഞാൽ ഇരുട്ടത്ത് തിളങ്ങണതാണ് യഥാർത്ഥ രത്നം. നമ്മൾ പലപ്പോഴും രത്നം എന്ന് പറഞ്ഞ് വാങ്ങിയാൽ അതിന് രത്നം ആവണമെന്നില്ല എന്നാണ്. അതിലും തുടങ്ങി കൃത്രിമം. ഏറ്റവും വലിയ നല്ല ടെസ്റ്റ് രാത്രി തിളങ്ങണുണ്ടോ എന്ന് നോക്കുക, എന്നാൽ അത് ശരിയാണ്. അതിലുണ്ടത്ര അങ്ങനത്തെ തിളങ്ങണ രത്നമല്ലാത്ത സാധനം കൂട്ടിച്ചേർത്തിട്ട് എന്താ ചെയ്യുക എന്ന് പറഞ്ഞാലും ശരിയാവില്ല. അപ്പം രാത്രി തിളങ്ങുന്നതായിട്ടുള്ള രത്നങ്ങൾ. ഭഗവാനോ കൃഷ്ണനോ ഒന്നും ഈ ഇരുട്ടത്ത് വിളക്ക് വേണ്ട, ടോർച്ച് അല്ലെങ്കിലേ വേണ്ട അവർക്ക്. ഇപ്പം കണ്ണ് കാണണമെങ്കിൽ തന്നെ ഈ വെളിച്ചമുണ്ട് എന്നാ. കൃഷ്ണൻ ഈ ഉറിയിൽ ഭക്ഷണങ്ങളും ഇതൊക്കെ ഗോപസ്ത്രീകൾ അടച്ചു വെച്ച് ഇരുട്ടത്ത് കൊണ്ടുവച്ചാലും ഈ രത്നങ്ങളുടെ ശോഭ കൊണ്ട് അവിടെ എത്തിയിട്ട് കട്ടിരുന്നു എന്ന് പറയേണ്ട, കട്ടെടുക്കുക കൃഷ്ണ അവതാരം വർണ്ണിക്കുമ്പോഴേ. അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള രത്നഖചിതമായിരിക്കുന്ന കിരീടം ധരിച്ച്, മണിമത് കിരീടം ദോർദണ്ഡ വിവരേ, 2 കൈകൾ കൊണ്ട് മനോഹരമായിരിക്കുന്ന പരാർദ്യഹാരേണ, ശ്രേഷ്ഠമായിട്ടുള്ള മാല, ഹാരം മാല, ഒരുപാട് മുത്തുമാല, സ്വർണ്ണമാല. മുത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന സാധനമൊന്നും അല്ല കേട്ടോ. മുത്ത്, പവിഴം, രത്നം ഒക്കെ വിലമതിക്കാൻ പറ്റാത്ത, ഒരു രത്നത്തിന് ലക്ഷക്കണക്കിന് റുപ്യുണ്ട് ഇന്നത്തെ കണക്കിന്. അപ്പോൾ അത്രയും വിലമതിക്കാതെ ഈ മുത്ത് എന്ന് പറയണത്. മുത്ത്, പവിഴം ഒക്കെ വിലപിടിച്ച വസ്തുക്കളാണ്. സ്വർണ്ണത്തേക്കാൾ വിലപിടിച്ചാണ്. സ്വർണ്ണമൊന്നും ധാരില്ല. അതിലും വിലപിടിച്ച മുത്ത് മുതലായത് കൊണ്ട് പതിച്ച മാലകൾ, മുത്തുമാലകളാലും. നമ്മളിപ്പോൾ എന്ത് കണ്ടാലും മുത്തുമാല എന്ന് പറയും അല്ലേ. മണി കെട്ടി തൂക്കിയിട്ടുള്ള മാലകളൊക്കെ മുത്തുമാല ധരിച്ച്, അതൊന്നുമല്ല മുത്ത് പറഞ്ഞ. കന്ധരഗതേന, കഴുത്തിൽ കിടക്കുന്ന കൗസ്തുഭത്താലും ഭഗവാൻ ശോഭിച്ചു. അവർ കണ്ടിട്ടുള്ള ഭഗവാൻ എങ്ങനെയാണ്? വൈകുണ്ഠത്തെ പറഞ്ഞു. പറഞ്ഞ വിദ്യുക്ഷിപൻ മകരകുണ്ടലഗണ്ഡനാർഹ ഗണ്ഡത്തലോന്നതമുഖം മണിമത് കിരീടം ദോർദണ്ഡ വിവരേകരത. കൈകൾ കയ്യിന് എന്തൊക്കെയാണ് വേണ്ടത് അതൊക്കെ തേഞ്ഞുണ്ട് എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എങ്ങനത്തെ കയ്യാണ് ഉത്തമാവുക അതൊക്കെ അവിടെ ഉണ്ട്. ദോർദണ്ഡ വിവരേകരത, കയ്യിന് ചില ലക്ഷണങ്ങളുണ്ട്. കുറച്ച് നീളം വേണം, ഒരുപാട് പെട്ടെന്ന് വീർത്ത പോലെ വണ്ണം പാടില്ല, മെലിഞ്ഞ എല്ല് പോലെ പാടില്ല പറയും ശരീരശാസ്ത്രത്തിൽ. അതൊക്കെ തികഞ്ഞ കൈകൾ, അതാണ് അത് പറഞ്ഞാൽ മതിയല്ലോ. ഹരത പരാർദ്യഹാരേണ കന്ധരഗതേന ച കൗസ്തുവേന, കൗത്തിൽ ശോഭിക്കുന്ന അതിമൂല്യമുള്ള മിന്നിത്തിളങ്ങുന്ന രത്നത്തോടു കൂടിയും. ഇത്രയേ പറഞ്ഞു. ബാക്കി ഭഗവാൻ അവിടെ വന്നു എന്നുള്ളത് അണ്ടർസ്റ്റുഡാണ്. തത്രോപസിഷ്ടം ഇതി ചോർസ്മിതമിന്ദിരായ സ്വാനാം ധിയാ വിരചിതം ബഹുസൗഷ്ടവാട്യം മഹ്യം ഭവസ്യ ഭവതാഞ്ച ഭുജന്തമംഗം നേമുർനിരീക്ഷൻ ന വിതൃപ്തദൃശോ മുദാകൈ. ന വിതൃപ്തദൃശോ എന്നാണ് കേട്ടോ. ന വിതൃപ്ത എന്നല്ല. നാന്ന് പറഞ്ഞിട്ട് വിസർഗം ഉണ്ടെങ്കിൽ ഞങ്ങളാണ്, വിസർഗം ഇല്ല വെച്ചാൽ ഇല്ല എന്നാണ്. ഒരു വിസർഗം കൊണ്ട് അർത്ഥം മാറും. ഇപ്പോൾ ഇവിടെ പറയണു ഇന്ദിരായ, ആരാ? ലക്ഷ്മി ദേവി, അഷ്ടൈശ്വര്യത്തിൻ്റെയും വിളനിലമായിട്ടുള്ള ദേവി. ഉസ്മിതം, പുഞ്ചിരിയോട് കൂടിയിട്ട്. ഉസ്മിതം എന്ന് പറയുമ്പോൾ അഹങ്കാരമില്ലാത്ത ചിരി. ചിരി കണ്ടാൽ തന്നെ അറിയാവുന്നതാണ് ഒരാളുടെ അഹങ്കാരം ഉള്ള ചിരിയാണോ നിഷ്കളങ്കമായിട്ടുള്ള ചിരിയാണോ അല്ലേ. ഇവിടെ അഹങ്കാരം അത്ര ഈ രൂപത്തിൽ ഉപസിഷ്ടം അസ്തമിച്ചു. അഹങ്കാരമില്ലാത്ത നല്ല പുഞ്ചിരിയോടുകൂടി ഇതി സ്വാനാംധിയ, സ്വജനങ്ങളുടെ ബുദ്ധിയാൽ വിരചിതം, ധ്യാനിക്കപ്പെട്ടതും. ആരാ? ലക്ഷ്മിയെ ധ്യാനിക്കുക. ലക്ഷ്മിയുടെ ഭക്തന്മാരല്ലാണ്ട് ആരാ? നമസ്തേ മഹാമായേ ശ്രീപീഠേ സുരഭൂഷിതേ ശംഖചക്രഗദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ. എല്ലാ ദാരിദ്ര്യങ്ങളും തീർത്തു തരാൻ വേണ്ടിയിട്ട് ഭക്തന്മാരെ ഏതൊരു ദേവിയാണോ സദാ ഭജിക്കുന്നത്. ഭഗവാന്റെ ചിഹ്നം തന്നെയാണ് പത്നിക്കും, ഭഗവാന്റെ വാഹനം തന്നെയാണ് നമസ്തേ ഗരുഡാരൂഢേ. ഭഗവാന്റെ വാഹനം എന്തോ അത് തന്നെയാണ് ദേവിയുടെ ലക്ഷ്മിയുടെ വാഹനം. അപ്പോൾ ഭക്തന്മാർ
ഭക്തിയോടുകൂടി ധ്യാനിക്കുന്ന ഏതൊരു ദേവിയെ ധ്യാനിച്ചാലാണോ സർവൈശ്വര്യങ്ങളും ഉണ്ടാവുന്നത്. ധിയ ബുദ്ധിയാൽ, ഭക്തന്മാരുടെ ബുദ്ധിയാൽ ധ്യാനിക്കപ്പെടുന്നവളും എന്നർത്ഥം. പിന്നെയോ മഹ്യം, ബ്രഹ്മാവാണ് കേട്ടോ ഇവിടെ വക്താവ്. ബ്രഹ്മാവ് പറഞ്ഞു കൊടുക്കുകയാണ് ദേവന്മാർക്ക്. ആർക്കാ പറഞ്ഞു കൊടുക്കണം? ശ്രോതാക്കൾ ദേവന്മാരാണ്. പൂർവ ശരീരത്തെ ആഖ്യാനം ചെയ്യുന്നു ബ്രഹ്മാവ്. അതിനെ വിതുരൻ പുനരാഖ്യാനം ചെയ്യണമെന്ന് മാത്രം. പരീക്ഷത്തിന് ചുഗമാഷി പറഞ്ഞു കൊടുത്തതിനെ വീണ്ടും പറഞ്ഞു കൊടുക്കണമെന്ന് മാത്രം. ധിയ, അപ്പം ബ്രഹ്മാവ് മഹ്യം, ബ്രഹ്മാവ് പറയണം എനിക്കും പരമേശ്വരനും, ബ്രഹ്മാവിനും ശിവനും. എനിക്കും ഭവസ്യ, ഭവൻ ശിവൻ, പരമേശ്വരനും ഭവതാം നിങ്ങൾക്കും, ദേവന്മാർക്കൊക്കെ, എനിക്കും നിങ്ങൾക്കും, പിന്നെ ആർക്ക്? ശിവനും. ബഹുസൗഷ്ടവാഢ്യം, വളരെ സുഖം തരുന്ന സ്വരൂപത്തോടു കൂടിയ, അംഗസൗഷ്ഠവം എന്ന് പറഞ്ഞാൽ എന്താ? അംഗഭംഗി. അങ്ങനത്തെ രൂപത്തോടും ഭഗവാനെ ധ്യാനിച്ചാൽ തന്നെ നമ്മുടെ വിഷമങ്ങളും ദുഃഖങ്ങളൊക്കെ, അതിനാണ് ഈശ്വരനെ ധ്യാനിക്കുന്നത്. ദുഃഖങ്ങൾ മാറാനല്ല, ദുഃഖങ്ങളൊക്കെ മനസ്സിനെ ബാധിക്കാതിരിക്കാൻ, അത്രയേ ഉള്ളൂ. കുറച്ച് നേരെങ്കിലും മനസ്സിൽ നിന്നൊന്നും അങ്ങോട്ട് അകറ്റി നിർത്തുക. ഈ വെള്ളത്തിലറിയ ചണ്ടിയൊക്കെ അങ്ങനെ മാറ്റില്ലേ, അതുപോലെ ലേശം നേരം ഒന്ന് മാറി നിൽക്കുക. പ്രാരബ്ധങ്ങളെ ലേശം ദൂരെങ്കിലും ഒന്ന് മാറി നിൽക്കും കുറച്ച് നേരം. പിന്നെ വരുന്ന ദിവസ ജീവിതമല്ലേ. അപ്പോൾ ലേശം നേരം എന്ത് നിങ്ങളോ ചെയ്യണതാ, കുളിക്കാൻ ഇറങ്ങിയിട്ട് ചണ്ടിയൊക്കെ ഒന്ന് മാറ്റുക, ഈശ്വരനെ ഒന്നിങ്ങനെ ദിവസമാണ് തുടങ്ങുക, പിന്നെ കയറി വന്നോളൂ. അപ്പോൾ നിവൃത്തിയില്ല. അപ്പോൾ അങ്ങനെ സൗഷ്ഠവാട്യം എല്ലാവരുടെ ദുഃഖങ്ങളെയും മാറ്റി നിർത്തുന്ന ഈശ്വരനെ ചിന്തിച്ച് നോക്കിയാൽ അല്ലേ ഭാഗവതം. കുറച്ച് നേരം നമ്മൾ ചിന്തിക്കുമ്പോൾ ആ നേരെങ്കിലും നമ്മുടെ മനസ്സിൽ വേറൊന്നും കയറാൻ പറ്റില്ലല്ലോ. അങ്ങനെയുള്ള രൂപത്തെ സ്വീകരിച്ചിരിക്കുന്ന ആ ഭഗവാനെ നിരീക്ഷ്യ, കണ്ടിട്ട്, ന വിതൃപ്ത ദിശ, തൃപ്തിയാവണില്ല. എങ്ങനെയൊക്കെ നോക്കണം, ചെരിഞ്ഞും മറിഞ്ഞും തുറച്ചിട്ട് നോക്കിയിട്ടാണോ വേണ്ടത്? ഇപ്രകാരം അവർക്കൊരു കണ്ടിട്ടും കൊണ്ട് മതിയാവണില്ല. ഈ ദാഹം വല്ലാണ്ട് കൂടിയ കുറച്ചാ വെള്ളം കിട്ടിയേച്ചാലോ, 1/2 ഗ്ലാസ് വെള്ളം അതിലും കുറവ് ആ ദാഹമുണ്ട്, ആ വെള്ളം കുടിച്ചാണ്ടാവും, മതിയാവണു. ഈശ്വര കുറച്ചും കൂടിയും കിട്ടണം. അതുപോലെ എന്നർത്ഥം. നവിതൃപ്ത ദൃശ, തൃപ്തിയില്ലാത്ത, തൃപ്തം തൃപ്തിയാണ്, നവിതൃപ്തം തൃപ്തിയില്ലാത്ത, സന്തോഷത്തോടു കൂടിയിട്ടോ. ശിരസാ നേമു, ശിരസ്സുകൊണ്ട് കൈ, നേമു കൈ എന്ന് പറഞ്ഞാലാണ് ശിരസ, കയ്യല്ല. കയ്യെന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിലെ ശിരസ്സാണ്. കൈ, മുദാ കൈ, അതിശോ മുദാ കൈ, നവിതൃപ്ത ദൃശോ മുദാ കൈ. ശിരസ് കൊണ്ട് ഭഗവാനെ നല്ലോണം അവിടെ നമസ്കരിച്ചു. അത്രോപസൃഷ്ടം ഇതി ചോസ്മിതമിന്ദിരായ സ്വാനാം ധിയ വിരചിതം ബഹുസൗഷ്ഠവാട്യം. മഹ്യം ഭവസ്യ, എനിക്കും, ഭവൻ ശിവനും, നിങ്ങൾക്കും, ഭവതാം ദേവന്മാർക്കും, ച ഭജന്തമംഗം, എല്ലാവരും ധ്യാനിക്കുന്ന ഭഗവാന്റെ കണ്ടിട്ട്, നേമുർ നിരീക്ഷ്യ നവിതൃപ്ത ദൃശോ മുദാ കൈ. കൈ നേമു, ആദ്യത്തെയാണ് ക്രിയ. നേമു ക്രിയ. എന്തിനെ നമസ്കരിച്ചു? കൈ, ശിരസ് കൊണ്ട്. എന്തുകൊണ്ട്? ശിരസ് കൊണ്ട്. കൈ നിരേമു, കൈ ശിരസ് കൊണ്ട് നമസ്കരിച്ചു. തസ്യാരവിന്ദ നയനസ്യ പദാരവിന്ദ കിഞ്ച തുളസീമകരന്ദവായു അന്തർഗതസ്ഥവിവരേണ ചകാരതേഷാം സംക്ഷോഭം അക്ഷരജുഷാം അഭിചിത്തന്നോ. അരവിന്ദ നയനസ്യ, താമരക്കണ്ണൻ, താമരപ്പൂ പോലെയുള്ള കണ്ണുള്ളവൻ, അങ്ങനെയുള്ള അവൻ്റെ പാദാരവിന്ദ കിഞ്ചിൽക്ക, പാദങ്ങൾ, താമരപ്പൂ പോലെ ഇരിക്കുന്ന കണ്ണുകളുള്ള നയനം, അവൻ്റെ പാദങ്ങൾ. കണ്ണും താമര പോലെയാണ്, പാദവും താമര പോലെയാണ്, കയ്യും താമര പോലെയാണ് പറയാറുണ്ട് നമ്മൾ. അരവിന്ദ നയനൻ, അരവിന്ദ പാദം, അരവിന്ദ ഹസ്തം ഒക്കെ താമരയ്ക്ക് സമാനം. താമര ശ്രേഷ്ഠമായിട്ടൊരു പുഷ്പമായതുകൊണ്ടാണ് ഒക്കെ അതിനോട് ഉപമിക്കുന്നത്. പാദാരവിന്ദ കിഞ്ചിൽ കമിശ്ച തുളസി, മനോഹരമായിരിക്കുന്ന മാല ധരിച്ചിട്ടുണ്ട്, അതിൽ താമരയുണ്ട്, തുളസിയുണ്ട്. അതുകൊണ്ടൊക്കെ ഉണ്ടാക്കിയ മാല ധരിച്ചിട്ടുണ്ട് ഭഗവാൻ. ആ മാല എത്ര നീളമുണ്ട് എന്ന് നമുക്ക് ചോദിച്ചാൽ എന്താ ഉത്തരം പറയാം? അളന്ന് നോക്കിയിട്ടില്ല എന്ന് പറയല്ലേ. എന്നാൽ അതവിടെ പറയണു 4 വരെ എത്ര ഉണ്ട് എന്നാണ്.
അങ്ങനത്തെ മാലയാണ് ധരിച്ചിരിക്കുന്നത്. ഇനി അങ്ങനെ ഒരാൾ ചിത്രം വരച്ചാൽ അതിന് ചീത്ത പറയാൻ പോണ്ട. ഇത്രയൊക്കെ വലിയ മാല ഉണ്ടാവുമോ? ഇവിടെ അറിവുള്ളവർ വർണ്ണിച്ചതല്ലേ പ്രമാണം. അപ്പോൾ താമരയും തുളസിയും കൂട്ടി ഉണ്ടാക്കിയ മാല, തുളസിയുടെയൊക്കെ ഗന്ധം കേട്ടാൽ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സ് ഭഗവാനിലെത്തുന്നതാണ്. ആ ഗന്ധം ഈ നമസ്കരിക്കുന്നവരുടെ മൂക്കിലേക്ക് കയറി എന്നാണ് പറയണത്. അപ്പോൾ മാല നല്ലോണം നീളം ഉണ്ടാവുമെന്ന് ഊഹിക്കാം. അങ്ങനെയും ഊഹിക്കാൻ പറ്റുമോ? അവിടെ നമ്മളാരും കണ്ടിട്ടില്ലല്ലോ. പാദങ്ങളുടെ വിരലുകളാൽ മിശ്രമായിരിക്കുന്ന തുളസി എവിടെ തൊട്ടു? ഭഗവാന്റെ പാദത്തിൽ തൊട്ടിട്ടുണ്ട്. അപ്പോൾ മാല അത്ര നീളം ഉണ്ടാവണ്ടേ? അതിനാണ് അത്ര ശരിക്കും വനമാല എന്ന് പറയുക. വനമാല എന്ന് പറഞ്ഞാൽ അത് അർത്ഥം കാട്ടിലത്തെ എന്നുള്ള അർത്ഥമൊന്നുമില്ല വനത്തിനവിടെ. ആ ഒരർത്ഥമൊന്നും അവിടെ ഇല്ല. വനമാല അതിന് ഒരു പ്രയോഗമാണ്. അത് കാല് വരെ, കഴുത്ത് മുതൽ കാല് വരെ നീളുന്ന മാല ഏതോ അത് വനമാല എന്നാണ് സാധാരണ അർത്ഥം പറയുക. അപ്പോൾ അത്രയ്ക്കുള്ള തുളസി സുഗന്ധം താമരയ്ക്കുണ്ട്. ആ സുഗന്ധം ഇവരുടെ മൂക്കിലെത്തി നമസ്കരിച്ചപ്പോൾ. കിഞ്ചിൽക്ക മിശ്ര തുളസി മകരന്ദവായു നല്ല സുഗന്ധമുള്ളതായ ആ ഗന്ധം ഇവരുടെ നമസ്കരിച്ചവരുടെ മനസ്സിലേക്ക് മൂക്കിലേക്ക് കയറി. സവിവരേണ അവരുടെ നാസികാദ്വാരത്തിൽ കൂടെ അന്തർഗതേ ഉള്ളിലേക്ക് പ്രവേശിച്ചതായിട്ട് അക്ഷരജുഷാം അഭി നാശരഹിതമായ പരബ്രഹ്മത്തെ പ്രാപിച്ചവരാണ് വാസ്തവത്തിൽ ഈ സനകാദികൾ. അക്ഷരജുഷാം അഭി ഈശ്വരപ്രാപ്തിയിലേക്ക് എത്തിയിരിക്കണം ഇവരൊക്കെ, സനകാദികളൊക്കെ. അങ്ങ് പോയി അനായാസന വൈകുണ്ഠത്തിലേക്ക് പോകാൻ പറ്റുമോ? വൈകുണ്ഠത്തിലേക്ക് ഒന്ന് പൊക്കളയാൻ സാധിക്കുന്ന കാര്യമില്ല. അപ്പോൾ ഇവർക്ക് സാധിച്ചു എന്ന് പറഞ്ഞാൽ അവരൊക്കെ എവിടേക്കോ എത്തിയവരാണ്. അവർക്ക് വല്ലാത്ത ആസ്വാദനം ആ സുഗന്ധം കൊണ്ടുണ്ടായി. ഈ സുഗന്ധം അല്ലെങ്കിൽ മറ്റത് മറിച്ചത് ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അനുഭവിക്കേണ്ടതിലൊന്നും പ്രത്യേകിച്ച് വികാരമില്ലാത്തവരാണ് അവർ. പക്ഷേ ഭഗവാന്റെ തുളസി മാലയിലത്തെ തുളസി ഗന്ധം ആസ്വദിച്ചപ്പോൾ അതും കൂടി വല്ലാത്ത ആകർഷകമായിട്ട് അവർക്ക് തോന്നി. ഹേയ്, എന്തൊരു സുഗന്ധമല്ലേ! അങ്ങനെ ചിന്തിക്കാത്തവരാണ് സ്വതവേ അവർ. പക്ഷെ ഇവിടെ ശോഭത്തെ ഉണ്ടാക്കി തീർത്തു സുഖം കൊണ്ടേ. തസ്യ അരവിന്ദനയനസ്യ പദാരവിന്ദ കിഞ്ചിൽക്കമിശ്ര തുളസി മകരന്ദവായു. കാലിൽ തട്ടിയ തുളസിമാല, അത്രയും നീളമുണ്ട്. ആ തുളസിമാലയുടെ സുഗന്ധം ഇവരുടെ മൂക്കിൽ പ്രവേശിച്ചു. അന്തർഗതസ്സ വിവരേണ ചകാരതേഷാം. വിവരം ദ്വാരം, നാസികാദ്വാരത്തിൽ കൂടെ ആസ്വദിച്ചപ്പോൾ അവർ സ്വയം മറന്നു. സംക്ഷോഭം അക്ഷരജുഷാമപി ചിത്തതന്നോ തേവ അമുഷ്യവദന ആസിത പത്മകോശമുദ്ദിഷ്യ സുന്ദരതരാധരകുന്ദഹാസം. ഭയങ്കര വാക്കുകളാണ് ഈ. ഉദ്ദീക്ഷ്യ സുന്ദരതരാധരകുന്ദഹാസം. കൂന്ന് കുനിയുണ്ട്, കാന്ന് വായിക്കരുത്. കന്ദഹാസല കുന്ദഹാസം. ലബ്ധാശിഷ പുനരപേക്ഷ്യ തദീയം അംഗ്രിദ്വന്ദ്വം നഖാരുണമണിശ്ചയണം നിദദ്യു. ശീലിക്കേണ്ട വാക്കുകളാണ്. തേവ അമുഷ്യ വദനാസിത പത്മകോശം ഉദ്ദീക്ഷ്യ പത്മകോശം ഉദ്ദീക്ഷ്യ സുന്ദരതരാധരകുന്ദഹാസം. ലബ്ധാശിഷ പുനരപേക്ഷ്യ തദീയമംഗ്രിം അംഗ്രി ദ്വന്ദ്വം നഖാരുണമണ മണിശ്രേണം നിദദ്യു തേവ. അവരാകട്ടെ അമുഷ്യ ഇവൻ്റെ വദനാസിത പത്മകോശം മുഖം ആകുന്ന നീലത്താമരമൊട്ടിനെ, സിതം എന്ന് പറഞ്ഞാൽ കറുപ്പ്, പച്ച, നീല എല്ലാറ്റിനും ചേർത്ത് പറയുന്ന പേരാണ്. ഇരുണ്ട കളറുകൾക്ക് പൊതുവേ അസിതം എന്ന് പറയും. കറുപ്പാണ് സിതം എന്ന് പറഞ്ഞാൽ വെളുപ്പാണ്. അപ്പോൾ അസിതം എന്ന് പറഞ്ഞാൽ കറുപ്പാണ്. ഇവിടെ കറുത്ത താമര യോജിക്കില്ല, കറുപ്പ് സുഖമില്ല എന്ന് നേരത്തെ പറഞ്ഞു. നീലത്താമര ഉണ്ടത്രേ. നീലത്താമര വളരെ ദുർലഭമാണ്. വെള്ളത്താമരയും ചുവപ്പ് താമരയും നമ്മളധികം കണ്ടിരിക്കണം. ആ നീലത്താമര ഉണ്ട്, അപൂർവമാണെന്ന്. അപ്പോൾ ആ നീലത്താമര പോലത്തെ ഒരു പുഞ്ചിരിച്ച മുഖത്ത ആകുന്ന താമരമൊട്ടിനെ സുന്ദരതരാധര കുന്ദഹാസം, സുന്ദരമായിട്ടുള്ള മന്ദഹാസം,
കുന്തം എന്ന് പറഞ്ഞാൽ മുല്ലപ്പൂവ്. മുല്ലപ്പൂ പോലെയുള്ള അധരത്തിൽ ചിളങ്ങുന്ന പല്ലുകൾ. മുല്ലപ്പൂവിന് സമാനം അവിടെ പല്ലുകളാവാനല്ലേ വഴിയുള്ളൂ. സുന്ദരതര ആധര മന്ദഹാസം, ഏറ്റവും സുന്ദരമായിട്ട് അധരത്തിൽ മുല്ലപ്പൂ പോലെയുള്ള പല്ലുകളോട് കൂടിയതായിട്ട്. ഉദ്ദീക്ഷ കണ്ടിട്ട്, മനോഹരമായിട്ടുള്ള പല്ലുകളോടുകൂടി ഉള്ള നീലത്താമര പോലത്തെ മുഖം കണ്ട്. ലബ്ധാശിഷ, അതോടെ തന്നെ അവരുടെ ജന്മം സമ്പൂർണ്ണമായി. ഭഗവാനെയൊക്കെ കണ്ടാലേ ഇനിയിപ്പോൾ എന്താ വേണ്ടത്? പുനഃ നഖാരുണമണിശേണം, നഖങ്ങളാകുന്ന ആ രത്നങ്ങളെ പോലത്തെ നഖങ്ങൾ, അങ്ങനെ 2 കാലുകൾ കണ്ടു. അംഗ്രി ദ്വന്ദ്വം, അംഗ്രി എന്ന് പറഞ്ഞാൽ കാല്, ദ്വന്ദ്വം എന്ന് പറഞ്ഞാൽ 2 കാലുകളെ, പാദയുഗ്മത്തെ അവർ ധ്യാനിച്ചു. നീലത്താമര പോലത്തേതായിട്ടുള്ള മുഖം, മുല്ലപ്പൂ പോലെയുള്ള പല്ലുകളോട് കൂടിയ മുഖം, ഇതെല്ലാം കണ്ട് ഭഗവാന്റെ പാദത്തെ നന്നായിട്ട് അവർ ധ്യാനിച്ചു. തേവ അമുഷ്യ വദന ആസിത പത്മവശസിതല്ല, നീലത്താമര, അസിതപത്മം നീലത്താമര. ആസിത പത്മകോശമുദ്ദീക്ഷ സുന്ദരതരാധര കുന്ദഹാസം, മന്ദസ്മിതം ചെയ്യുമ്പോൾ പല്ല് കണ്ട് വളരെ മനോഹരമായിട്ട് മുല്ലപ്പൂ പോലത്തെ പല്ലുകളോട് കൂടിയ മുഖം കണ്ടപ്പോൾ അവർ പാദത്തെ ഒന്നങ്ങോട്ട് ധ്യാനിച്ചു. ലബ്ധാശിഷ, അനുഗ്രഹം കിട്ടി, അല്ലെങ്കിൽ ഉണ്ടോ ഭഗവാനെ കാണാൻ പറ്റണു? അനുഗ്രഹീതരായിട്ട് പുനരവേക്ഷ തദീയം അംഗ്രി ദ്വന്ദ്വം നഖാരുണമണിശേണം നിദത്യു, മനോഹരമായിട്ടുള്ള നഖങ്ങളോട് കൂടിയിട്ടുള്ള ആ പാദത്തെ കണ്ണടച്ച് ധ്യാനിച്ചു. ഒന്നാട് കണ്ടു, കണ്ണടച്ചു. വിചാരിക്കും ഗുരുവായൂർ പോയിട്ട് എന്തിനാ ഈ കണ്ണടയ്ക്കണം? എത്ര ദൂരം ബുദ്ധിമുട്ടി പോയിട്ട് അവിടെ പോയിട്ട് കണ്ണടയ്ക്കണോ? ആണില്ലേ വേണ്ട, കാണുന്നത് അതാണ് മനസ്സിലാക്കേണ്ടത്. കണ്ണടച്ചതിൽ ഒരു തെറ്റൂല. ആ വിഗ്രഹമല്ല ഭഗവാൻ, ആ വിഗ്രഹമല്ല ഭഗവാൻ, മനസ്സിലായിക്കോളൂ. ആ വിഗ്രഹത്തിൽ ഭഗവാന്റെ ചൈതന്യമാണുള്ളത്, അതുണ്ട്. പക്ഷെ അത് ഭഗവാനല്ല, ആ ചൈതന്യം വിഗ്രഹത്തിൽ വന്നു. ആ വിഗ്രഹം നടക്കും ചെയ്യണ്ടേ, അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യണ്ടേ. വിഗ്രഹത്തിൽ ഭഗവാന്റെ ചൈതന്യമാണ് ഉള്ളത്. അപ്പോൾ നമ്മളവിടെ ചെന്നാൽ കണ്ണടയ്ക്കുന്നതിൽ തെറ്റില്ല. ആ സ്ഥാനത്ത് ചെന്ന് കണ്ണടച്ച് ഉള്ളിൽ ഭഗവാനെ ധ്യാനിക്കുന്നുണ്ട്. ഉറങ്ങാനല്ല കണ്ണടയ്ക്കണം. അങ്ങനെ കണ്ണടയ്ക്കരുത്, വെറുതെ കണ്ണടച്ചിട്ട് കാര്യമില്ല. ആ നിലവിളക്ക് കാണുക നല്ലത് കേട്ടോ. അടച്ചത് എന്തിനാവണം? ധ്യാനത്തിനാവണം. ഭഗവാന്റെ ശരിയായിട്ടുള്ള മൂർത്ത രൂപ വിഗ്രഹമല്ല, വിഗ്രഹം ധ്യാനിക്കരുത്. വിഗ്രഹത്തിനെ അല്ല നമ്മൾ ധ്യാനിക്കണത്. യഥാർത്ഥ കൃഷ്ണനെ ഓടക്കോയിൽ വെച്ച് മഞ്ഞപ്പട്ടുടുത്ത് പുഞ്ചിച്ച് നിൽക്കുന്ന കൃഷ്ണൻ എന്ന യഥാർത്ഥ ശരീരത്തോട് കൂടിയിട്ടുള്ള ഭഗവാനെ ഒന്നങ്ങോട്ട് ധ്യാനിക്കുക. അതിന് ഗുരുവായൂർ പോയിട്ട് കണ്ണടച്ച് വിമർശിക്കുന്നതാണോ? എന്തിനാണ് അവിടെ പോയിട്ട് കണ്ണടയ്ക്കണേ? അറിവില്ലായ്മ കൊണ്ട് വിമർശിക്കണം. എല്ലാവരും കണ്ണടയ്ക്കും ശരിക്ക്. കാരണം ഉള്ളിലാണ് കാണേണ്ടതേ. ഉള്ളിൽ കാണാണ്ട് പുറത്ത് തിരഞ്ഞിട്ട് കാര്യമുണ്ടോ? ഉള്ളിലെ കൃഷ്ണൻ്റെ രൂപത്തെ താമരയിട്ട് വിചാരിച്ചിട്ടൊന്നിങ്ങനെ ആ താമരയിൽ നിൽക്കുന്നതായിട്ട് ഇങ്ങനെ ധ്യാനിക്കുക. അങ്ങനെ ഇവർ ചെയ്തു. പൗഷ്ണംബുർ ദർശയാനം അനന്യതിരോത്പത്തികെ സമഗൃണന്യുതം അഷ്ടഭോഗി, അന്യന്മാരാൽ കിട്ടാത്തതും ഇവിടെ പറയണം. അടുത്ത ശ്ലോകം കേട്ടോ. പിന്നെയും നഖാരുണമണിശ്രേണം, നീലത്താമര പോലത്തെ മുഖത്തെ കണ്ട് അവർ ഭഗവത് പാദപത്മത്തെ നന്നായിട്ടൊന്ന് ധ്യാനിച്ചു. ഇനി അടുത്താണ് പുംസാംഗതിം മൃഗയതാം ഇഹ യോഗമാർഗേർ ധ്യാനാത്മദം ബഹുമതം നയനാഭിരാമം പൗസ്തംബുർ ദർശയാനം അനന്യസിദ്ധരോത്പത്തികേ സമഗൃണന്യുതാം അഷ്ടഭോഗൈ. യോഗമാർഗത്തിൽ കൂടെ മാർഗം അവലംബിച്ച് ഗതിം മൃഗയതാം, മോക്ഷത്തെ അന്വേഷിക്കുന്ന. മൃഗയതാം അന്വേഷിക്കുക, യോഗത്തിൽ കൂടെ മോക്ഷത്തെ അന്വേഷിക്കുന്ന പുംസാം മനുഷ്യർക്ക് ധ്യാനാസ്പദം, ധ്യാന വിഷയവും. അവരെന്തിനെ ധ്യാനിക്കുള്ളൂ? ഭഗവാനെ ധ്യാനിക്കുള്ളൂ. ഈ ഭഗവാന്റെ പ്രാധാന്യവും മാഹാത്മ്യവും പറയണം. യോഗമാർഗത്തിൽ കൂടെ ഈശ്വരനെ അന്വേഷിക്കുന്നവർക്ക് ധ്യാനിക്കത്തക്കതും എന്നർത്ഥം. ബഹുമതം, വളരെയേറെ ബഹുമാനിക്കപ്പെടുന്നതും. നയനാഭിരാമം, 2 കണ്ണുകൾക്കും പരമാനന്ദത്തെ നൽകുന്നതും. അനന്യസിദ്ധൈ, അന്യന്മാർക്ക് കിട്ടില്ല.
സനകാദികളല്ലാത്തവർക്ക് കിട്ടലുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ കുറച്ച് പേർക്കേ കിട്ടുള്ളൂ. പ്രഹ്ലാദനോ അമാതിരി ടോപ്പിലുള്ള ഭക്തന്മാർക്ക് മാത്രം കിട്ടുന്നതും ഔത്പത്തികൈ ജന്മന എന്നർത്ഥം. അഷ്ടഭോഗൈ അഷ്ടൈശ്വര്യങ്ങളോടുകൂടി യുധം കൂടിയ പൗഷ്ണം ശരീരത്തെ ഭഗവാൻ കാണിച്ചു കൊടുത്തു. അങ്ങനത്തെ ഈശ്വരനെ സമഗൃണൻ എന്നാണ് ക്രിയ. സ്തുതിച്ചു, സമഗൃണൻ സ്തുതിച്ചു. സനകാദികൾ എന്ത് ചെയ്തു? ഭഗവാനെ സമഗൃണൻ നല്ലോണം ഒന്നങ്ങോട്ട് സ്തുതിച്ചു. ഭഗവാനെ കാണുക, നമസ്കരിക്കുക, ധ്യാനിക്കുക, പിന്നെ സ്തുതിക്കുക. അതാണ് അതിൻ്റെ ഒരു ക്രമം. നമസ്കരിക്കണം ആദ്യം എന്നാണ്, എന്നിട്ട് എണീറ്റിട്ട് സ്തുതിക്കണം. ഇവിടെ സമഗൃണൻ സ്തുതിച്ചു. എങ്ങനത്തെ ഭഗവാനെ എന്നാണ് അതിന് മുമ്പേ പറഞ്ഞത്. അങ്ങനെയുണ്ടോ സംസ്കൃതത്തിൻ്റെ ഒരു രീതി? യോഗമാർഗത്തിൽ കൂടി യോഗികൾ അന്വേഷിക്കുന്നതും ധ്യാനാസ്പദം, ധ്യാനത്തിന് ആസ്പദമായിരിക്കുന്നതും നയനാഭിരാമം, കണ്ണിന് ആനന്ദകരമായിരിക്കുന്നത്, കണ്ടാലും 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 പിന്നെയും കാണണം പിന്നെയും കാണണം എന്ന് തോന്നിക്കുന്നതും പൗഷ്ണം ശരീരം, ഭഗവത് ദേഹം, ദേഹത്തെ വപുർദർശയാനം അനന്യസിദ്ധൈ മറ്റുള്ളവർക്ക് കിട്ടാത്ത ശരീരത്തെ, ഇത്ര വേഗത്തിലൊന്നും പ്രാപ്യമല്ലാത്ത ശരീരത്തെ സമഗൃണൻ അഷ്ടൈശ്വര്യത്തിന് വിളനിലമായിരിക്കുന്ന ഭഗവാനെ സമഗൃണൻ അവർ സ്തുതിച്ചു. ഔത്പത്തികൈ ജന്മനാ അഷ്ടൈശ്വര്യമുള്ള ഒറ്റാളെയുള്ള ഭഗവാൻ. ബാക്കിയുള്ളവരൊക്കെ ഉണ്ടാക്കുക അത്ര അഷ്ടൈശ്വര്യം. ജനിക്കുമ്പോൾ അഷ്ടൈശ്വര്യത്തോട് കൂടിയിട്ട് ആരും ജനിക്കുന്നില്ല. ഒരാളുടെ ഭഗവാൻ ജനിക്കുമ്പോഴേ അഷ്ടൈശ്വര്യം, ജനിച്ചിട്ടേ ഇല്ല എന്നാലല്ലേ. എന്താണ് കുമാരന്മാർ സ്തുതിച്ചത് എന്ന് പറയണു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതി സ്വഭാവാത് കരോതി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.